നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ആസ്പദമാക്കിയിട്ടുള്ള മീനാക്ഷി മോളുടെ കുറച്ച് ഒരുക്കവും പോക്കും ബാക്കിയുള്ള ചില വിശേഷങ്ങളുമാണ് കൂട്ടുകാരുമായിട്ട് പങ്കിടുന്നത്. വീട്ടിൽ നിന്ന് മീനാക്ഷി മോള് ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് ചെയ്ത് റെഡിയാവുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഹെയറൊക്കെ കെട്ടി തന്നെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം ക്ലിയർ ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ഭാരത നടനത്തിൽ കുറച്ച് കട്ടിയായിട്ട് തിക്കായിട്ട് നല്ലൊരു എടുപ്പ് കിട്ടുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. അല്പം പഴയ രീതിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. കാര്യം ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ശൈലിക്ക് ഈ രീതിയിലുള്ള ഒരുക്കം ഉറപ്പായിട്ടും വേണ്ടതാണ്. ബാക്കി കുട്ടികളെല്ലാം ഒരുമിച്ച് മറ്റൊരു ക്ലാസ്സിൽ ഇറങ്ങുകയും മീനാക്ഷി മോള് അല്പം കാല് സുഖമില്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. എല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തേണ്ടടുത്തൊക്കെ എത്തി ക്ലിയർ ചെയ്താണ് വരുന്നത്. എല്ലാ പ്രോഗ്രാമിലെയും പോലെ നേരെ മക്കൾക്കെല്ലാം ചിലങ്ക കൊടുത്ത് ഞങ്ങൾ വേദിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് വേദിയിൽ വെച്ചും ചിലങ്ക കൊടുത്തു. കിളിമാനൂര് പുതിയകാവ് ക്ഷേത്രമായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്രോഗ്രാം സ്ഥലം. കൈകൊട്ടിക്കളി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും വേദിക്കുള്ളിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാം ഓക്കെയായി ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കൂട്ടുകാരൊക്കെ സമയം കിട്ടുമ്പോൾ അടുത്തെങ്ങാനും ഞങ്ങളുടെ പ്രോഗ്രാം എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ വരണം കേട്ടോ. അപ്പോൾ പ്രൊജക്ടറിൽ നമ്മുടെ നിത്യതിയിലെ അധ്യാപികമാർ വന്ന് ഏതാണ് അടുത്ത നൃത്തം എന്നുള്ളത് അനൗൺസ് ചെയ്യും. നിത്യതി എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കർട്ടൻ ഉയരുകയായി, നൃത്തം സ്റ്റാർട്ട് ചെയ്യുകയായി. ഒരു ലാഗും ഇല്ല. അതായത് ഓരോ ഡാൻസ് ഇടവിട്ടും വളരെ കുറഞ്ഞ ഒരു സമയം, സെക്കൻഡുകൾ മാത്രമാണ് അടുത്തൊരു ഡാൻസിനിടയ്ക്കുള്ള സമയം കൊടുക്കുന്നത്. വേദിയുടെ ആ സമയത്തുള്ള ഒരു ടെൻഷനും കുട്ടികളുടെ എല്ലാം ക്യാരക്ടറും ആ ഒരു നിമിഷത്തിലെ ഭാവ അഭിനയവും അംഗചലനങ്ങളും എല്ലാം ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി നിലനിൽക്കുന്ന രീതിയിലുള്ളതാണ്. മീനാക്ഷി മോള് വീണിട്ട് കാലിന് അല്പം സുഖമില്ലാത്തതിനാൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്രാവശ്യത്തെ നൃത്ത അവതരണം എല്ലാം ചെയ്തത്. ഭാരത നടനം ഭാവരൂപേ എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം കൂടി 30ഓളം സ്റ്റുഡൻസ് ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. കൃത്യം 2 മണിക്കൂറിനുള്ളിൽ ഒരു ലാഗും വരാതെ എല്ലാം കറക്റ്റ് സമയത്തായിട്ട് പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ ക്യാരക്ടറുകളെല്ലാം ഉൾപ്പെടെ വളരെ സ്മാർട്ടായിട്ട് യാതൊരു വിധമായ ലാഗും വരാതെ തന്നെ ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കണ്ടോ, നമ്മുടെ ശ്രീലക്ഷ്മി മോളാണ് ഇപ്രാവശ്യം അയ്യപ്പനായിട്ട് വരുന്നത്. വളരെ മനോഹരമാണ് ശ്രീലക്ഷ്മി മോളുടെ ഈ നൃത്തം. ഒരാളുടെ മോശമെന്നല്ല കേട്ടോ, എല്ലാവരുടെയും നൃത്തങ്ങളും അതിമനോഹരമാണ്. നമ്മുടെ മീനാക്ഷി മോളും സിദ്ധി മോളും ചേർന്നായിട്ടുള്ള ഈ ഗാനം വളരെ നല്ലതാണ്. കൃഷ്ണനും രാധയായിട്ടുള്ളത്. ഇതിന് തൊട്ട് മുന്നേയുള്ള നൃത്തത്തിൽ നമ്മുടെ സിദ്ധി മോള് കൃഷ്ണനായിട്ടാണ്. 2 നൃത്തം കഴിയുമ്പോഴത്തേക്കും ആശാട്ടി രാധയാവും. പിന്നെ നേരെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള തകൃതി തുടങ്ങുകയായി. വണ്ടിക്കകത്തുള്ള കുട്ടികളുടെ എല്ലാം ഡാൻസും പാട്ടും കൂത്തും ഒക്കെ 2 ബസ്സിലായിട്ട് ഞങ്ങൾ തിരികെ പോകും. നൈറ്റിലും കുറേ അറേഞ്ച്മെൻ്റ് ആണ്. ചിലരെ കൃത്യമായ സ്ഥലങ്ങളിൽ ഇറക്കുന്നതും ചിലരെ ബസ് മാറി കയറുന്നതും തുടങ്ങി കുറേയേറെ അറേഞ്ച്മെൻറ്റ് കാണും. ഇതൊരു ഡ്യൂട്ടി കണക്ക് നമ്മുടെ മീനാക്ഷി മോൾ എടുത്ത വീഡിയോസാണ്. ഞാനാണ് ഇതിനെ ഡബ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തത്. കുളമായി പോയോന്ന് അറിയത്തില്ല കൂട്ടുകാരെ. മീനാക്ഷി മോൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ കുട്ടികളും ഒക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് രാത്രി ഒരു 11:30 സമയത്ത് പോകുമ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് മക്കളെ എല്ലാവരെയും നിർത്തി കുറച്ച് പേരൊരു സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് മാറിയും കയറിയും എല്ലാവരെയും തിരിച്ച് വീട്ടിലെത്തിച്ച് തിരികെ വീട് വരെ എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള അത്രയും മണിക്കൂർ ഒരു പ്രത്യേക സന്തോഷവും ഒരു യജ്ഞവും തന്നെയാണ്. ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാവരെയും കൃത്യമായിട്ട് അവരവരുടെ വീടുകളുടെ സമീപത്ത് തന്നെ എത്തിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് നേരെ യാത്ര പോകുന്നത് എൻ്റെ വീട്ടിലേക്ക്. ഒപ്പം അമ്മയും കാണും. ഇവിടെ സ്ഥിരം പ്രോഗ്രാമിൻ്റെ അന്ന് നൈറ്റ് എത്തുന്ന 2-3 മക്കളുണ്ട് കേട്ടോ. അവർക്കായിട്ടുള്ള ബിസ്ക്കറ്റും ഫുഡും മിക്കപ്പോഴും കരുതിയിരിക്കും. ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഗ്യാങ് ആണ് അവരൊക്കെ. എല്ലാം കഴിഞ്ഞ് തിരികെ മീനാക്ഷി മോള് എല്ലാ മക്കളെയും പോലെ വീട്ടിലെത്തി ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് കുറേശ്ശെ എല്ലാം മാറ്റി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത്
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രോഗ്രാം കഴിയുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഫുഡുണ്ട്. അതും കഴിച്ച് ഏകദേശം ഒരു 12:30 മണി സമയമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ഉറങ്ങുന്നത്. മീനാക്ഷി മോള് ശിവനായിട്ടാണ് ഈ വർഷത്തെ സീസണിൽ കയറുന്നത്. പാശാട്ടി ശിവനിൽ നിന്ന് തിരികെ മീനാക്ഷി മോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ബാക്കിയുള്ള 5 പേരും ഓരോ ക്യാരക്ടറുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജൂനിയർ മക്കൾക്ക് എല്ലാവർക്കും ക്യാരക്ടർ വേഷമൊക്കെ ഇനിയൊരു 2 വർഷം സമയം കൂടെ കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും മെനക്കേടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഫുഡും കഴിച്ച് കിടക്കുക. നോർമലി അപ്പവും മുട്ടക്കറിയും ഒക്കെയാണ്. ഇന്ന് ഞാൻ എന്തുകൊണ്ടോ ഇഡ്ഡലി സാമ്പാറുമാണ് ക്ലിയർ ചെയ്തത്. മിക്കവാറും കുറച്ച് പരാതി വരും. ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്ക് അത്ര അങ്ങോട്ട് ബോധിക്കത്തില്ല. എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മുടെ മീനാക്ഷി മോള് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണ്. ഒപ്പം ഞാനും പോട്ടെ കൂട്ടുകാരെ. ടാറ്റാ.